ഒരാൾക്ക് നേർമാർഗം സിദ്ധിച്ചിട്ട് ഹിദായത്ത് കിട്ടിയിട്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, തൗഹീദ് എല്ലാം കിട്ടിയിട്ട് പിന്നീട് വലാലത്തിലായിട്ട് ഒരാൾ പോകുക എന്നുള്ളത് സമ്പന്നം ദരിദ്രനാവുന്നതിനേക്കാൾ മോശമുള്ള കാര്യമാണ്. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സുവിശേഷകരെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ അടുത്ത ബാബു لا تحقرن جارة لجارتها ولو فرس نشاة. ഒരു അയൽവാസിനിയും തന്റെ മറ്റൊരു അയൽവാസിനിയെ വില കുറച്ച് കാണാൻ പാടില്ല. അതൊരു ആടിന്റെ കുളമ്പിന്റെ വിഷയത്തിലാണെങ്കിൽ. അതാണ് ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികൾ നൽകുന്ന സന്ദർഭങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിൽ പാചകം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ, അതിൽ നിസ്സാരമായ കാര്യത്തിൽ പോലും അയൽവാസിയെ വില കുറച്ച് കാണരുത്. عن عمرو بن معاذ الأشهلي عن جدته أنها قالت قال لي رسول الله صلى الله عليه وسلم. عمرو بن معاذ الأشهلي ഇവിടെ വല്യമ്മയായിട്ടുള്ള അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, യാ നിസാ അൽ മുഅ്മിനാത്ത് ലാ തഹ്ഖിറന്ന ഇംറഅത്തുൻ മിൻകുന്ന ലിജാറതിഹാ വലൗ ഖുറാഉ ഷാത്തിൻ വഹറഖിൻ. യാ നിസാ അൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ലാ തഹ്ഖിറന്ന ഇംറഅത്തുൻ മിൻകുന്ന ലിജാറതിഹാ, നിങ്ങളിൽ ഒരു സ്ത്രീയും അവരുടെ അയൽവാസിനിയെ വില കുറച്ച് കാണുന്ന, നിന്ദിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വലൗ ഖുറാഉ ഷാത്തിൻ വഹറഖിൻ, അത് ചൂട് തട്ടി വേവിച്ചിട്ടുള്ള ഒരു ആടിന്റെ കുളമ്പിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഹദീസുകൾ, കഴിഞ്ഞ ബാബുകളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം ഈ ചർച്ച ചെയ്തത് അയൽവാസിയുമായിട്ടുള്ള ബന്ധങ്ങളും അയൽവാസിയോടുള്ള കടമകളുമാണ്. അപ്പോൾ അയൽവാസികളായി ജീവിക്കുമ്പോൾ ഏറ്റവും അധികം ഇടപഴകുന്നവർ സ്ത്രീകളായിരിക്കും ഏറ്റവും അധികം അയൽവാസികളുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാവുക. പുരുഷന്മാരെപ്പോഴും വീട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സാധനങ്ങൾ, വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നൽകുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ഒരു അയൽവാസിനിയും തന്റെ മറ്റൊരു അയൽവാസിനി കൊണ്ടുവന്ന് തരുന്ന ഒരു ഭക്ഷണം, അതൊരു ആടിന്റെ കുളമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, മാംസം അധികമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യമാണെങ്കിൽ പോലും അതിന് വില കുറിച്ച് കാണുന്ന, അത് ഒരു താഴ്ന്നതായി പോയി എന്ന നിലക്ക് കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് എന്തൊരു കാര്യമാണെങ്കിലും അയൽവാസിക്ക് നൽകുന്നതിൽ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ ആ ഒരു മനോഭാവം, അവര് ഇങ്ങനെ ഒരു കാര്യമാണല്ലോ തന്നത്, അല്ലെങ്കിൽ വില കുറച്ച് കണ്ടല്ലോ എന്ന നിലക്കൊന്നും പരിഗണിക്കാതെ അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ ചില ആളുകൾ, നമ്മുടെ നാടുകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു സാധനം തന്നു കഴിഞ്ഞാൽ ഇതാണോ അവൻ തന്നത് എന്നുള്ള നിലക്ക് വില കുറച്ച് കാണുന്ന അവസ്ഥ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇതേ ആശയം തന്നെ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ നിസാ അൽ മുസ്ലിമാത്ത് ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ വലൗ ഫിർസിൻ ഷാത്തിൻ. ഇതന്നെ, ഒരു അയൽവാസിയെ
ആടിന്റെ കുളമ്പിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും വില കുറച്ച് കാണുന്ന അവസ്ഥ ഉണ്ടാവും. അടുത്ത ബാബ് ബാബു ഷിക്കായത്തുൽ ജാർ, അയൽവാസിയുടെ പരാതി. അയൽവാസിക്ക് മറ്റൊരു അയൽവാസിയുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹദീസാണ്. عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه ذلك قال رجل يا رسول الله إن لي جارا يؤذيني. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അയൽവാസി ഉണ്ട്, പക്ഷെ അയൽവാസി എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. فقال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻതലിഖ് ഫഖ്രിജ് മതാഅക ഇല ത്വരീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് നിന്റെ വീട്ടു സാധനങ്ങൾ വഴിയിലേക്ക്, അഥവാ നിന്റെ വീടിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടോളം പറഞ്ഞു. വഴി, ഈ അയൽവാസി വീടിന്റെ വഴി ഉണ്ടാവുമല്ലോ, അതിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. ഫന്തലഖ ഫഖറജ മതാഅഹു. അങ്ങനെ ആ വ്യക്തി പോയി ആ വ്യക്തിയുടെ വീട്ടിലെ സാധനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടു. ഫജിതമഅ അന്നാസു അലൈഹി. അങ്ങനെ ജനങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് അവിടെ വന്ന് ചോദിച്ചു, ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു. ഫഖാലു മാ ശഅനുക്, എന്താണ് എന്റെ കാര്യം? ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലീ ജാറുൻ യുഅ്ദീനി, എന്റെ അയൽവാസി എന്നെ പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്. ഫദകർതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഞാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻതലിഖ് ഫഖ്രിജ് മതാഅക ഇല ത്വരീഖ്, നീ പോയിട്ട് നിന്റെ വീട്ടു സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. ഫജഅലു യഖൂലൂൻ, അങ്ങനെ ഇത് കേട്ടപ്പോ അവർ പറയാൻ തുടങ്ങി, ആളുകൾ പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ ലഅൻഹു അല്ലാഹുമ്മ ഖ്സിഹ്. മറ്റേ അയൽവാസിയെ, ഏത് അയൽവാസിയാണ് ഉപദ്രവിക്കുന്നത്, അല്ലാഹുവേ അവനെ നീ ശപിക്കണമേ, അവനെ നീ നിന്ദിക്കണമേ എന്ന് പറയാൻ തുടങ്ങിയ ആളുകൾ. അങ്ങനെ ഇത് ആരറിഞ്ഞു? ഉപദ്രവിക്കുന്ന അയൽവാസി അറിഞ്ഞു. ഇതറിഞ്ഞപ്പോ ആ ഉപദ്രവിക്കുന്ന അയൽവാസി വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് സാധനം പുറത്തിട്ട ആളോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ഇതൊക്കെ മടക്കി തിരിച്ചു കൊണ്ടുപോകണം, എന്നെ കൊണ്ടൊരു ഉപദ്രവവും എനിക്ക് ഉണ്ടാവില്ല എന്ന് ആ വ്യക്തി ഒന്ന് പറയുകയുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അമീറാണ്. അപ്പൊ ഭരണാധികാരിയുടെ അടുക്കൽ അവരുടെ നാട്ടിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അറിയിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. ഉലമാക്കൾ ഈ ഹദീസിനെ വെച്ചുകൊണ്ട് പറയാറുണ്ട്, ഗീബത്ത് അനുവദനീയമായിട്ടുള്ള ഒരു വകുപ്പാണിത്. അഥവാ അത് ശരിക്കും അയൽവാസിയുടെ ഒരു ന്യൂനത പറയലാണ്. എന്നാൽ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ ആ വ്യക്തിയുടെ ഉപദ്രവത്തിൽ നിന്നൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സാധനങ്ങൾ പുറത്തേക്കിട്ട് അതിന്റെ ഗൗരവം ആ വ്യക്തിയെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മുസ്ലിമായ സഹോദരന്റെ അവന്റെ അവന് കൊടുക്കേണ്ട സ്ഥാനവും അവന് കൊടുക്കേണ്ട പരിഗണനയും എല്ലാം ബോധ്യപ്പെടുത്താനാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അത് അറിയാനും അത് മനസ്സിലാക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്തി ഒരു മാറ്റത്തിന് വേണ്ടി അയാൾ ഒരുങ്ങാനുമാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ആളുകൾ വന്നിട്ട് എന്ത് പറയുകയുണ്ടായി? ഇത് കണ്ടപ്പോൾ അല്ലാഹുമ്മ ലഅൻഹു അല്ലാഹുമ്മ ഖ്സിഹ്, അല്ലാഹുവേ നീ അവനെ ശപിക്കണമേ, അല്ലാഹു അവനെ നിന്ദിക്കണമേ എന്ന് പറയുകയുണ്ടായി. ഇതേ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ, എല്ലാവരും അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വ്യക്തികളെ ശപിക്കുന്നത് കൊണ്ട്, ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ എന്നുള്ളതാണ്. അപ്പോ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ പറയൽ അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ ഇതിൽ നിന്ന് തെളിവെടുത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനൊരു കാര്യം, അഥവാ തനിക്ക് നേരിടുന്ന ഒരു ഉപദ്രവം അത് ആളുകൾ അറിഞ്ഞ് ആളുകൾ മറ്റേ വ്യക്തിയോട് പരാതിപ്പെടുന്ന ഒരു സന്ദർഭമായപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന്റെ കുറവ് മനസ്സിലാക്കുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അദ്ദേഹം ഇനി എന്റെ ഭാഗത്തിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയുണ്ടായി. ഇത് സഹാബികളുടെ കാലത്ത് അവർക്കുണ്ടായിരുന്ന, അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊന്നും എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ ഒരു ഓർമ്മപ്പെടുത്തത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതേ ആശയത്തിൽ തന്നെ വേറൊരു ഹദീസും ഈ ബാബിൽ വന്നിട്ടുണ്ട്. അടുത്ത ബാബ്, ബാബു മൻ ആദാ ജാറഹു ഹത്താ യഖ്റുജ്. ഒരു അയൽവാസി തന്റെ മറ്റൊരു അയൽവാസിയെ ഉപദ്രവിക്കുകയും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അയൽവാസി ഇവന്റെ ഉപദ്രവം കാരണത്താൽ അവന്റെ വീട് വിട്ടു പോവുകയാണ്, അവന്റെ വീട് വിട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. عن أبي عامر الحمصي قال كان ثوبان يقول, ثوبان رضي الله عنه പറഞ്ഞുമായിരുന്നു,
മാ മിൻ റജുലൈനി യതസാറമൂന ഫൗക 3 അയ്യാമിൻ, രണ്ടാളുകൾ അവർ 3 ദിവസത്തിന് കൂടുതലായിട്ട് അവർ എന്ത് ചെയ്യുകയാണ്? പരസ്പരം പിണങ്ങുകയാണ്, പരസ്പരം പ്രശ്നമായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. ഫയുഹ്ലികു അഹദുഹുമ, അങ്ങനെ അതിൽ ഫയഹ്ലികു അഹദുഹുമ, അതിൽ ഒരാൾ എന്താണ്? മരിച്ചു പോകും. യഹ്ലികു അഹദുഹുമ, ഒരാൾ മരിച്ചു പോകും. ഫമാത വഹുമ അലാ ദാലിക മിനൽ മുസാറമ, അതല്ലെങ്കിൽ ആ രണ്ടാളുകളും ആ പിണങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. ഇല്ലാ ഹലക ജമീഅൻ, അവർക്ക് രണ്ടുപേർക്കും നാശം വരാതെ ഉണ്ടാവില്ല. അതായത് ഒരു മുസ്ലിമും മറ്റ് 2 മുസ്ലിമുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പിണങ്ങിയാൽ തന്നെ ആ പിണക്കത്തിനുള്ള സമയപരിധി എത്രയാണ്? 3 ദിവസമാണ്. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിഞ്ഞാൽ അവന്റെ അമലുകൾ തന്നെ ഉയരാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക. വേറെ ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ ഹദീസിൽ പറയാണ്, 2 മുസ്ലിം സഹോദരന്മാർ പിണങ്ങിയിട്ട് 3 ദിവസം പിണങ്ങിയിട്ട് അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഒരാളോ അല്ലെങ്കിൽ 2 ആളോ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ അവനത് നാശമാണ്, അവന് നാശം സംഭവിച്ചുള്ള ഒരു കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു വമാ മിൻ ജാരിൻ യുഗ്ലിമു ജാറഹു വയഖ്ഹറുഹു ഹത്താ യഹ്മിലഹു ദാലിക അലാ അൻ യഖ്റുജ മിൻ മൻസിലിഹി ഇല്ലാ ഹലക, ഒരു അയൽവാസി അവന്റെ ഒരു അയൽവാസിയെ ഉപദ്രവിക്കുക, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉപദ്രവിച്ച് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ അയൽവാസി ഉപദ്രവം ഏറ്റവൻ അവന്റെ വീട് ഒഴിഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന അത്ര ഉപദ്രവം, അങ്ങനെ ഒരു ഉപദ്രവം ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനും നശിച്ചിട്ടുണ്ട് എന്ന് തൗബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന തൗബാൻ റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഒരു മുസ്ലിമിനും അനുവദനീയമല്ല 3 ദിവസത്തിൽ കൂടുതൽ മറ്റൊരു മുസ്ലിമുമായിട്ട് പിണങ്ങുക എന്നുള്ളത്. അത് അനുവദനീയമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ഈ ഹദീസിൽ പറഞ്ഞു നോക്കൂ, ആ പിണങ്ങി നിൽക്കുന്ന അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അവസ്ഥയിൽ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് അതിൽ ഒരാളോ 2 ആളോ മരണപ്പെടുന്നത് എങ്കിൽ അവർക്ക് ഇല്ലാ ഹലക ജമീഅൻ, അതിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞു ഇസ്തൗജബൻ നാർ ബിസൂഇ അഅമാലിഹിമ, അവർക്ക് 2 പേർക്കും അവർ ചെയ്ത കർമ്മങ്ങൾ കാരണത്താൽ നരകം നിർബന്ധമാകുന്ന, നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അയൽവാസിയിലെ ഉപദ്രവം, അവന്റെ ഉപദ്രവം കൊണ്ട് അവന്റെ അയൽവാസി വീട് വിട്ടു പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറെ കാണാറുണ്ട്, അയൽവാസികളെ കൊണ്ട് ഉപദ്രവം കൊണ്ട് വീട് വിട്ടു പോണ ആൾക്കാരെ കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ട് എങ്കിൽ അവർക്കും നരകം നിർബന്ധമാകുന്ന ഒരു കാര്യമാണ്. അവിടെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ അയൽവാസികളെ നമ്മളിൽ നിന്നൊരു ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ബാബു ജാരിൽ യഹൂദി, അടുത്ത ബാബ് ജൂതനായ അയൽവാസിയുമായി ബന്ധപ്പെട്ട്. അൻ മുജാഹിദ് റഹിമഹുല്ലാഹ് ഖാല കുൻതു ഇൻദ അബ്ദുല്ലാഹി ഇബ്നു അംർ വഗുലാമുഹു യസ്ലുഖു ഷാതൻ, അദ്ദേഹം പറയാണ്, ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടിമ ജോലിക്കാരൻ ഒരാടിനെ അറുത്ത് പാകം ചെയ്യുന്ന അടുത്ത അറുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ. ഫഖാല യാ ഗുലാം, അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ജോലിക്കാരനോട് പറഞ്ഞു, യാ ഗുലാം ഇദാ ഫറഗ്ത, നീ അറുത്ത് എല്ലാം കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ഫബ്ദ ബിജാരിന അൽ യഹൂദി, നീ എന്ത് ചെയ്യുക? യഹൂദിയായിട്ടുള്ള നമ്മുടെ അയൽവാസിക്ക് ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. യഹൂദിയായിട്ടുള്ള അയൽവാസി ഉണ്ട്, അവൻ ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ഫഖാല റജുലുൻ മിനൽ ഖൗം, ഇത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, അൽ യഹൂദിയു അസ്ലഹകല്ലാഹ്, ജൂതനാണോ കൊടുക്കുന്നത്? അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ, അസ്ലഹകല്ലാഹ് എന്ന് പറഞ്ഞു. ജൂതനാണോ ആദ്യം കൊടുക്കുന്നത്? ഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസി ബിൽ ജാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയുടെ വിഷയത്തിൽ ഉപദേശിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഹത്താ ഖശീന ഔ റുഈന അന്നഹു സയുവരിസുഹു, ഞങ്ങൾ ഭയപ്പെടുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അനന്തരാവകാശ നിയമത്തിൽ ഒരു വകുപ്പ് അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ സഹാബി പറയാം. സഹാബി മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അയൽവാസി എന്നുള്ള സ്ഥാനത്ത് അത് കാഫിറാണെങ്കിലും ജൂതനാണെങ്കിലും നസ്രാനിയാണെങ്കിലും മുശ്രിക്കാണെങ്കിലും അവരോട് നമുക്കുള്ള ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കൽ നമ്മുടെ മേലെ കടമയാണ്. അത് വലാഹു വറായിനെതിരായിട്ടുള്ള കാര്യമല്ല, അയൽവാസി എന്ന നിലക്കുള്ള അബന്ധമാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അബന്ധം ചേർക്കുന്നതും എന്തിനാണ് അതിന്റെ ഗൗരവം എന്നുള്ളത്. അത് നമ്മൾ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സലഫുകളുടെ പലരുടെയും ജീവിതത്തിൽ അവരുടെ ജൂതനും അതുപോലെ തന്നെ നസാറാക്കളും മുശ്രിക്കുകളുമായിട്ടുള്ള അയൽവാസികൾ ഇവരുടെ സ്വഭാവ ഗുണം കൊണ്ട്
ഇവരുടെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അതുപോലെ മറ്റു പലരുടെയും സ്വഭാവ ഗുണം കൊണ്ട് ആ അയൽവാസികൾ ഇസ്ലാം തന്നെ സ്വീകരിച്ച അവസ്ഥ കാണാം. ഒരു വസ്ത്രം വാങ്ങുമ്പോൾ അയൽവാസികൾക്ക് വാങ്ങിക്കൊടുക്കും, ഒരു ഭക്ഷണം വാങ്ങുമ്പോൾ അയൽവാസികൾക്ക് വാങ്ങിക്കൊടുക്കും. ആ രീതിയിൽ ഇസ്ലാമിനോട് തന്നെ ഇഷ്ടവും താല്പര്യവും തോന്നാൻ കാരണമായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അയൽവക്ക ബന്ധത്തിൽ ആരാണെങ്കിലും അയൽവാസി എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ബന്ധം ചേർക്കണം. അടുത്തത് ബാബുൽ കറം, ഔദാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആദരവ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നതിൽ ആരാണ് ഉള്ളത്, അല്ലെങ്കിൽ ആദരവ് ലഭിക്കുന്നത് ആരാണ് ഏറ്റവും ആദരവ് ഉള്ളതെന്ന് ബന്ധപ്പെട്ടിട്ടുള്ളത് അയൽവാസികളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കഴിഞ്ഞു. عن ابي هريره رضي الله عنه قال ابو هريره رضي الله عنه പറയാണ് سئل رسول الله صلى الله عليه وسلم اي الناس اكرم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ആദരണീയനായിട്ടുള്ളത്, ഏറ്റവും ആദരണീയനായിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു. قال اكرمهم عند الله اتقاهم. ജനങ്ങളിൽ ഏറ്റവും ആദരവുള്ള വ്യക്തി ഏറ്റവും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. قالوا ليس عن هذا نسألك. അപ്പോ ആളുകൾ പറഞ്ഞു, റസൂലേ അങ്ങനെയല്ല ഞങ്ങൾ ചോദിച്ചത്. സ്വഹാബികൾ ചോദിച്ച ചോദ്യത്തിന് എന്തൊരു ഉദ്ദേശമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിലായിരുന്നു വെച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയല്ല ചോദിച്ചത്, അതല്ല ഉദ്ദേശിച്ചത്. قال അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്രമുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ആദരവുള്ളവൻ എന്ന് പറഞ്ഞിട്ട് ചില റിവായത്തിൽ ഇന്നഹുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, കരീമിന്റെ മാന്യനായ വ്യക്തിയുടെ മകനായ മാന്യനായ വ്യക്തിയുടെ മകനായ മാന്യനായ വ്യക്തിയാണെന്ന് പറഞ്ഞു. വേറെ റിവായത്തിൽ വയൂസുഫ് നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം ആണെന്ന് പറഞ്ഞു. അഥവാ അള്ളാഹുവിന്റെ ഖലീലായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായിട്ടുള്ള യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായിട്ടുള്ള യൂസുഫ് നബിയാണ് ഏറ്റവും ആദരണീയനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞു. ഖാലു, അപ്പൊ സഹാബികൾ കൊണ്ട് ചോദിച്ചു, ലൈസ അൻ ഹാദാ നസ്അലു, അതുമല്ല റസൂലേ ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഞങ്ങൾ അതുമല്ല ഉദ്ദേശിച്ചത് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൻ മആദിനിൽ അറബ് തസ്അലൂനി, അറബികളിൽ ആരാണ് ഏറ്റവും ആദരവ് അർഹിക്കുന്നവൻ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ആരാണ് എന്നാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ഖാലു നഅം, സഹാബികൾ പറഞ്ഞു അതെ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖിയാറുകും ഫിൽ ജാഹിലിയ്യ ഖിയാറുകും ഫിൽ ഇസ്ലാം ഇദാ ഫഖിഹു, ജാഹിലിയത്തിൽ ആരാണോ നല്ല ശ്രേഷ്ഠരായിട്ടുള്ളവർ അവർ തന്നെയാണ് ഇസ്ലാമിലും ശ്രേഷ്ഠരായിട്ടുള്ളവർ, അവർ ഫിഖ് ഉണ്ടെങ്കിൽ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദീനിൽ അവഗാഹമുള്ളവരാണെങ്കിൽ എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഈ ഹദീസിൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ആരാണ് ഏറ്റവും ആദരണീയനായിട്ടുള്ളവൻ ആദരവുള്ളവൻ എന്നുള്ള ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും, ജനങ്ങളിൽ ഏറ്റവും ആദരവുള്ളവൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. തഖ്വ കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് കറാമത്ത് ഉണ്ടാവുക. അള്ളാഹു ഒരാളെ ഇക്റാം ചെയ്യണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട ഗുണം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥയിൽ ഒരാളാവുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു ഇക്റാം ചെയ്യാനുള്ള അടിസ്ഥാനം. രണ്ടാമത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മഹത്വമാണ്. വ്യക്തി എന്ന നിലക്ക് ഏറ്റവും ആദരവ് അർഹിക്കുന്ന ഒരു വ്യക്തി ആരാണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ്. കാരണം എന്താണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ തലമുറ എന്നുള്ളത് 4 നബിമാരാണ്. അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നബിയാണ്, ഉപ്പയായിട്ടുള്ള യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നബിയാണ്, വെല്ലിപ്പയായിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം നബിയാണ്, അവരുടെ ഉപ്പയായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നബിയാണ്. ഇങ്ങനെ വേറൊരാൾ വന്നിട്ടില്ല. വാപ്പിയും വെല്ലിപ്പാന്റെ വാപ്പിയും ഒക്കെ നബിയായിട്ട് നബിമാരുടെ പരമ്പരയിലായിട്ട് ഒരു വ്യക്തി വന്നിട്ടില്ല. അതുകൊണ്ട് ആ തലമുറയുടെ ഗുണം കൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണെന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സഹാബികൾ ചോദിച്ചു, അറബികൾക്കിടയിൽ അവിടെയുള്ളവർക്കിടയിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖിയാറുകും ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തറവാടോ കുടുംബമഹിമോ ഉള്ള വ്യക്തികൾ അവർ തന്നെയാണ് ഖിയാറുകും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇദാ ഫഖിഹു, ദീനിൽ അവഗാഹമുള്ളവരായിട്ടുണ്ടെങ്കിൽ, അഥവാ കുടുംബ പരമ്പര നല്ലതാണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ അതും അവർ ശ്രേഷ്ഠരായിട്ടുള്ള ആദരവ് അറിയിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ ഇസ്ലാമിൽ അവർക്ക് അവഗാഹമുണ്ട് എങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് അറിവുണ്ട് എങ്കിൽ അവർ ആ സ്ഥാനത്തായിരിക്കും. അഥവാ അറിവുണ്ടാവുക എന്നുള്ളതും ദീനിനെ കുറിച്ച് അറിയുക എന്നുള്ളതും ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ശ്രേഷ്ഠത ആദരവ് വളർത്തുന്ന
ആ സ്ഥാനം പ്രത്യേകമായി നൽകുന്ന കാര്യമാണ് ദീനിനെ യഥാർത്ഥ രൂപത്തിൽ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഇൽമിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാനം ഉന്നതിയിൽ നിൽക്കും. അതുപോലെ തന്നെ പൊതുവായിട്ട് നോക്കുമ്പോൾ ജാഹിലിയത്തിന് നല്ലൊരു കുടുംബവും പിന്നെ തറവാടുമാണെങ്കിൽ ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്, ഇസ്ലാമിലായിട്ടുണ്ട് എങ്കിൽ. ബാബുൽ ഇഹ്സാൻ ഇലൽ ബർരി വൽ ഫാജിർ, പുണ്യം ചെയ്യുന്നവനോടും അതുപോലെ തന്നെ തെമ്മാടിയാണെങ്കിലും അവരോട് ഇഹ്സാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അൻ മുഹമ്മദ് ഇബ്നു അലി ഇബ്നുൽ ഹനഫിയ ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ല അൽ ഇഹ്സാൻ ഖാല ഹിയ മുസ്ജലത്തുൻ ലിൽ ബർരി വൽ ഫാജിർ. അഥവാ അദ്ദേഹം അൽ ജസാഉൽ ഇഹ്സാൻ ഇല്ല അൽ ഇഹ്സാൻ എന്ന ആയത്തിനെ, സൂറത്തുർ റഹ്മാനിലെ ആയത്തിനെ തഫ്സീർ ചെയ്തതാണ് അത് പുണ്യം ചെയ്യുന്നവനും തെമ്മാടിയാണെങ്കിലും അല്ലാഹു തആല ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ്. എന്താണ് അർത്ഥം? അൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ ചെയ്യുന്നവന് അഥവാ മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യുന്നവന് തിരിച്ചു നന്മയല്ലാതെ പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ്. നന്മ ഉദ്ദേശം മറ്റുള്ള ആളുകൾക്ക് സമ്പത്ത് നൽകുന്നവൻ, മറ്റുള്ള ആളുകൾക്ക് സഹായിക്കുന്നവൻ. ദുനിയാവിൽ അങ്ങനെ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല പകരം നന്മ ചെയ്യും. അത് അയാൾ പുണ്യം ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണെങ്കിലും തെമ്മാടിയായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. തെമ്മാടിയായിട്ടുള്ള ഒരാളാണ്, അയാൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്താലും ദുനിയാവിൽ വെച്ച് അയാൾക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല പകരം കൊടുക്കും. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ആര് ദുനിയാവിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താലും ദുനിയാവിൽ വെച്ച് തിരിച്ചു കൊടുക്കുക എന്ന അല്ലാഹുവിന്റെ സുന്നത്താണ്. എന്നാൽ പിന്നെ അല്ലാതെയുള്ള പുണ്യം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിലും പരലോകത്തും അതുണ്ടാകും. അടുത്ത ബാബു ഫദ്ലി മൻ യഊലു യതീമൻ, യതീമിനെ സംരക്ഷിക്കുക, യതീമിന്റെ കാര്യങ്ങൾ നോക്കുക, അതുമായി ബന്ധപ്പെട്ട ഫദ്ൽ അറിയിക്കുന്ന ഹദീസുകളാണ്. യതീം എന്ന് പറഞ്ഞാൽ വാപ്പ മരണപ്പെട്ട പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്കാണ് യതീം എന്ന് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും ഭൂരിഭാഗം യതീമുകളുടെയും അവസ്ഥ ഉണ്ടാവുക. അവർക്ക് സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഉപ്പ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സാഇ അലൽ അർമിലതി വൽ മസാകീൻ, വിധവകളുടെയും ദരിദ്രന്മാരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ കൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. വകല്ലദി യസൂമുൻ നഹാർ വയഖൂമുൽ ലൈല, ഏതുപോലെ കൂടിയാണ്? രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന പകലിൽ നോമ്പ് നോൽക്കുന്നവനെ പോലെയാണ്, ഇതുപോലെയാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? അൽ അർമലത്ത്. അർമലത്ത് എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഭർത്താവില്ലാതെ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുള്ള, ഭർത്താവിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്കാണ് അൽ അർമലത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസാക്കീൻ എന്ന് പറഞ്ഞാൽ, അർമലത്ത് എന്ന് പറഞ്ഞ അർത്ഥത്തിന്റെ അർത്ഥം ഇർമാല് എന്ന് പറഞ്ഞ ഫഖർ എന്നാണ്, ദാരിദ്ര്യം എന്നാണ്. അതിലാണ് വാക്ക് വന്നിട്ടുള്ളത്. കാരണം പിന്നെ ഒരു വ്യക്തിക്ക് അവന്റെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അറബിയിൽ അർമല റജുലു എന്ന് പറയും. ഒരാൾക്ക് നഷ്ടപ്പെട്ടു എന്ന നിലയ്ക്ക്, അതായത് അവർ ജീവിക്കാനുള്ള വകുപ്പുകൾ ഇല്ലാതായിട്ടുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ആ വാക്ക് വന്നിട്ടുള്ളത്, വിധവ എന്നുള്ളതിനുള്ള വാക്ക് വന്നിട്ടുള്ളത്. അതുപോലെ മസാക്കീൻ, മസാക്കീൻ എന്ന് പറഞ്ഞാൽ ദരിദ്രം, ഒന്നെങ്കിൽ ഒന്നുമില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ കുറച്ച് മാത്രമുള്ളവർ, അവരെ ചെലവിന് തികയാത്ത രീതിയിൽ മാത്രം വരുമാനമുള്ള ആളുകൾക്കാണ് മസാക്കീൻ, മിസ്കീനുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രണ്ട് കൂട്ടരെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ, അവരെ സഹായിക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെ പോലെയാണ് അവർ. ജിഹാദിന്റെ ഫضل എത്ര വലുതാണ്! ദീനിന്റെ ഉന്നതമായിട്ടുള്ള കർമ്മമാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുപോലെയാണ് അവരുടെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അതുപോലെ പറഞ്ഞു, അതുപോലെ തന്നെ വകല്ലദി യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ, രാത്രിയിൽ ഉറങ്ങാതെ രാത്രി നിസ്കരിക്കുന്ന, മുടങ്ങാതെ സുന്നത്തായ നോമ്പ് ദിവസവും നോൽക്കുന്ന ഒരാളെ പോലെയാണ്. ചരിവായത്തിൽ കാണാം, ഉറങ്ങാതെ നിസ്കരിക്കുന്നവൻ, നോമ്പ് ഭക്ഷണം കഴിക്കാതെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നവൻ അതുപോലെയുള്ളവനാണ് എന്ന് പറഞ്ഞത് കാണാം. നോക്കി എത്ര പിന്നെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകളെ കാണാം,
അൽഹംദുലില്ലാ. കാരണം മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള ബാധ്യതയാണ്. മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള ബാധ്യതയാണ്. അവരുടെ കൂട്ടത്തിൽ യതീമുകൾ ഉണ്ടെങ്കിൽ, ഉപ്പ നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ, അതുപോലെ വിധവകൾ ഉണ്ടെങ്കിൽ, ദരിദ്രന്മാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അതിനുവേണ്ടി സഹായിക്കുക, പരിശ്രമിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള ബാധ്യതയാണ്. അവർ ചെയ്യേണ്ട കാര്യമാണ്. നിർബന്ധമാണ് എന്നുള്ള നിലയ്ക്കല്ല, അവർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതിനുള്ള പ്രതിഫലവും സ്ഥാനവും വളരെ മഹത്തരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഗൗരവത്തിൽ ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണോ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ സമ്പത്ത് കൊണ്ടോ നമ്മുടെ സമയം കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. വളരെയധികം ഫضലുള്ള കാര്യമാണ്. അടുത്തത് ബാബു ഫضل മൻ യഊലു യതീമൻ ലഹു, തനിക്കുള്ള അഥവാ തന്റെ കീഴിൽ വരുന്ന ഒരു യതീം. ഇപ്പൊ തന്റെ സഹോദരൻ മരണപ്പെട്ടു, സഹോദരന്റെ മക്കളുണ്ട്, അല്ലെങ്കിൽ തന്റെ മകൻ മരണപ്പെട്ടു, മകന് മക്കളുണ്ട്, അങ്ങനെയുള്ള തന്റെ കീഴിൽ വരുന്ന യതീമുകൾ അവർക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിഷത زوج النبي صلى الله عليه وسلم قالت നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ജാഅത്തി ഇംറഅത്തുൻ മഅഹാ ഇബ്നതാൻ ലഹാ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. സ്ത്രീക്ക് 2 പെൺമക്കളുണ്ട്. ഫസഅലത്നി ഫലം തജിദ് ഇൻദി ഇല്ലാ തംറതൻ വാഹിദതൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും എൻ്റെ ആകെ ഒരു ഈത്തപ്പഴമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്, കൊടുക്കാൻ ഒരു ഈത്തപ്പഴം ഉണ്ടായിരുന്നുള്ളൂ. ഫഅതൈതുഹാ, ഞാൻ എടുത്തു കൊടുത്തു. ഫഖസമത്ഹാ ബൈന ഇബ്നതൈഹാ, ആ സ്ത്രീ എന്ത് ചെയ്തു, ആ ഒരൊറ്റ ഈത്തപ്പഴം 2 പെൺകുട്ടികൾക്കായിട്ട് പൊളിച്ച് കൊടുത്തു. ثم قامت, എന്നിട്ട് അവർ പോയി. فخرجت فدخل النبي صلى الله عليه وسلم فحدثته, അങ്ങനെ അവർ പോയി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. فقال, ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു من يلي من هذه البنات شيئا فأحسن إليهن كن له سترا من النار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായിട്ട് പറഞ്ഞു, ആരെങ്കിലും ഈ ഒരു പെൺകുട്ടികൾക്ക്, ഈ യതീമുകളായിട്ടുള്ള ഈ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ നന്മ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അത് ചെയ്താൽ അത് നരകത്തിൽ നിന്ന് അവർക്കുള്ള ഒരു മറയായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. അത് സത്യത്തിൽ ഈ യതീമുകളാവുക, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുക, അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെടുക, വിധവകളാവുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും അല്ലാതെ സാമ്പത്തികമായിട്ടൊക്കെ വല്ലാതെ ഞെരുക്കനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മക്കളോട് ചെയ്യുന്ന പുണ്യത്തിൽ തൊലാക്കായിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചോ തിരിച്ച് വീട്ടിലെത്തുന്ന പെൺമക്കളോട് പ്രത്യേകം ഇഹ്സാൻ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ബാബ നമ്മൾ വായിച്ചത് വാപ്പാര്. കാരണം വിവാഹം കഴിപ്പിച്ച് പോയി കഴിഞ്ഞ് പിന്നെ നഷ്ടപ്പെട്ട് വരുമ്പോ അവർക്ക് സ്വന്തം വീട് തന്നെ ഒരു ഊർവ്വത്ത് ഫീൽ ചെയ്യും. അവരുടെ വീട് തന്നെ ആയിരിക്കും, പക്ഷെ അവരുടെ വീട്ടിൽ തന്നെ ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അവർക്ക് അതാണ് തോന്നുന്നത്. ആ സമയത്ത് മക്കളും കൂടി ഉണ്ടെങ്കിൽ ആ മക്കളുടെ ചെലവിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ ഒരുപാട് ഇങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകൾ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ സമീപിക്കുന്ന, അല്ലെങ്കിൽ മസ്ജിദുകളിലോ പോലൊക്കെ കാണാം. അപ്പൊ മുസ്ലിമീങ്ങൾ അവർ പൊതുവായി മനസ്സിലാക്കേണ്ടത് വളരെ ഫضലുള്ള, മനസ്സിലാക്കാൻ പറഞ്ഞു നോക്കി, നരകത്തിൽ നിന്നൊരു മറയായിട്ട് ആ നൽകുന്നത് മാറും എന്ന് പറയണമെങ്കിൽ എത്ര പ്രധാനപ്പെട്ട കാര്യമാണത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മളൊക്കെ ഈ പണിയൊക്കെ എടുക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതിനൊരു കാരണമാണ്. ഇപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നോക്കുന്നു, എത്രത്തോളം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ മരണപ്പെട്ടെങ്കിൽ അവരുടെ മക്കളും അവരവസ്ഥയിൽ ഉണ്ടാവും. യതീമുകൾക്ക്, അതിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക ചെയ്യാൻ പരിശ്രമിക്കുക. ബാബു ഫضل മൻ യഊലു യതീമൻ ബൈന അബവൈഹി, യതീമുമായി ബന്ധപ്പെട്ടത് തന്നെ ഒന്ന് ഉപ്പയും ഉമ്മയും മരണപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. عن أم سعيد بنت مرة الفهري عن أبيها عن النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, أنا وكافل اليتيم في الجنة كهاتين أو كهذه من هذه, شك سفيان في الوسطى والتي تلي الإبهام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 2 പേരില്ല, അത് ഏതൊക്കെയാണ് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. വേറെ ഹദീസുകളിൽ, അടുത്ത ഹദീസ് കാണാം, ഈ 2 വിരലുകൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അടുപ്പിച്ച് കാണിച്ചു, ഞാനും യതീമിന്റെ കഫാലത്ത് ഏറ്റെടുത്തിട്ടുള്ള, സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ഒരാളും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുകയുണ്ടായി, കാണിച്ചു കൊടുത്തു.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ്, ഉന്നതമായ ദർജയിലാണ്. ആ ദർജയിൽ എത്തുമെന്നല്ല, എന്നാൽ അത്രത്തോളം സ്ഥാനമുള്ള ഒരു കാര്യമാണ് ഒരു യതീമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോ സമ്പത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള, അള്ളാഹു സഹായിച്ചിട്ടുള്ള ആളുകൾ അവർ പ്രത്യേകം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അവർക്ക് നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ആ സ്ഥാനത്തിന്റെ അത്ര മഹത്വം ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവര് ചെയ്യേണ്ട മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് യതീമിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അൻ അബീ ബക്കർ ബിൻ ഹഫ്സ്, ഈ ബാബിലെ അടുത്തൊരു റിവായത്ത്, അൻ അബ്ദുല്ലാഹ് കാന ലാ യഅകുലു തആമൻ ഇല്ലാ വഅലാ ഖിവാനിഹി യതീമുൻ. അൻ അബ്ദുല്ലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബിയാണ്. അത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആണോ അതാരാണെന്ന് അറിയില്ല, അല്ലാഹു അലം. എന്തായാലും പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണ തളികയിൽ ഒരു യതീമില്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല. അഥവാ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു യതീമിനെ കൂടി ഭക്ഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഭക്ഷിക്കാറുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. സഹാബികൾ അവരുടെ ഫضലാണത്. അവർ യതീമായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ, അതായത് നമുക്ക് സത്യത്തിൽ പിന്നെ ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടിയ അവസരമാണ് ഇത് എന്നാണ്. നമുക്കിപ്പോ ഒരാൾക്ക് ഒരു ആവശ്യം വന്നു, അയാൾക്ക് നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ട് എങ്കിൽ ആ പണം തന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ നമുക്ക് കിട്ടിയൊരു അവസരമാണ് അത് നൽകാനുള്ള അവസരം. അപ്പൊ ഈ യതീമിനെ നമ്മൾ കണ്ടു, ആ യതീമിന് ഒരു ഭക്ഷണം കൊടുക്കാനോ ആ സംരക്ഷണം നൽകാനോ നമുക്ക് കിട്ടിയ അവസരമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഈ സഹാബി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഒരു യതീം ഒപ്പമില്ലാതെ അദ്ദേഹം ഭക്ഷണ തളികയിൽ ഭക്ഷണം കഴിക്കാറില്ല, അഥവാ യതീമിനെ ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു. അടുത്ത ബാബ്, കുൻ ലിൽ യതീമി കൽ അബിർ റഹീം. ഒരു കാരുണ്യവാനായിട്ടുള്ള ഉപ്പയെ പോലെ ആയിരിക്കണം യതീമിന് നീ എന്നുമായി ബന്ധപ്പെട്ട ഹദീസാണ്. عن عبد الرحمن بن أبزة قال داود عليه السلام, ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞതായിട്ടുള്ള ഒരു അഥറാണ്. അദ്ദേഹം പറഞ്ഞു, കുൻ ലിൽ യതീമി കൽ അബിർ റഹീം. നീ യതീമിന് കാരുണ്യമുള്ള, അങ്ങേയറ്റം കാരുണ്യമുള്ള ഒരു പിതാവിനെ പോലെ ആവുക. വഅലം അന്നക കമാ തസ്റഉ കദാലിക തുഹ്സദു. നീ എന്താണോ വിതയ്ക്കുന്നത്, നീ അറിയുക, മനസ്സിലാക്കുക, നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യപ്പെടുക, അതാണ് കൊയ്യുക. എന്താണോ നീ വിതയ്ക്കുന്നത് അതാണ് നീ കൊയ്യുക. മാ അഖ്ബഹൽ ഫഖറ ബഅദൽ ഗിനാ. ഒരാൾക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടായതിനു ശേഷം ദാരിദ്ര്യത്തിലേക്ക് പോവുക എന്നുള്ളത് എത്ര നിന്ദ്യമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതിനേക്കാൾ നിന്ദ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നേർമാർഗം ലഭിച്ചതിന് ശേഷം ഒരാൾ ദലാലത്തിലാവുക എന്നത്. നീ നിന്റെ കൂട്ടുകാരനോട് നീ ഒരു വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നീ പാലിക്കുക. നീ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെയും നിന്റെ കൂട്ടുകാരന്റെ ഇടയിൽ ശത്രുത ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. നീ അള്ളാഹുവിനോട് രക്ഷ തേടുക ഒരു കൂട്ടുകാരനെ തൊട്ട്. നീ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ സഹായിക്കാത്തവനായിട്ടുള്ളവൻ. എന്തെങ്കിലും ഒരു കാര്യം നീ മറന്നുപോയാൽ നിന്നെ ഓർമ്മപ്പെടുത്താത്തവനുമായിട്ടുള്ള ഒരു കൂട്ടുകാരനെ, ആ കൂട്ടുകാരന് രക്ഷ തേടുക എന്ന് പറഞ്ഞു. ഇതിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് കുല്ലിൽ യതീമി കൽ അബിർ റഹീം. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. യതീമിനോട് കാരുണ്യം കാണിക്കുന്ന ഒരു പിതാവായിട്ട് നീ മാറുക എന്നുള്ളത്. കാരണം യതീം നമ്മൾ പറഞ്ഞു, യതീമിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ആ യതീമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ ആ യതീമിനോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന ഒരാളായിട്ട് വേണം നമ്മൾ മാറാൻ. ഒരിക്കലും ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഭാരമായിട്ട് ശല്യമായി തീരുന്ന അവസ്ഥയിലല്ല യതീമിനോട് നമ്മൾ ഇടപഴകേണ്ടത്. അവരോട് അങ്ങേയറ്റുന്ന കാരുണ്യത്തോടു കൂടിയായിരിക്കണം. അതാണ് ബാബുമായി ബന്ധപ്പെട്ട വിഷയം. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ അസറിൽ വന്നിട്ടുള്ളത്, നീ എന്താണോ വിതച്ചത് അതാണ് നീ കൊയ്യുക എന്ന് നീ മനസ്സിലാക്കുക. അതായത് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മയാണ് പകരം ലഭിക്കുക. നമ്മൾ തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുക. എന്നിട്ട് പറഞ്ഞു, ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടായിട്ട് പിന്നെ ദാരിദ്ര്യം വരാൻ പറഞ്ഞ എന്തൊരു നിന്ദ്യമായ അവസ്ഥയാണ്. കാരണം ഏറ്റവും നല്ല ഐശ്വര്യത്തിലും സമ്പത്തിലും ജീവിക്കാൻ സാധിച്ചിട്ട് പിന്നെ ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിന്ദ്യമായിട്ടുള്ള അവസ്ഥയാണ്.
അതെന്തിനാ പറഞ്ഞത്? അതിനുശേഷം പറയാണ് അതിനേക്കാൾ വലുതും അതിനേക്കാൾ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് നേർമാർഗം സിദ്ധിച്ചിട്ട് ഹിദായത്ത് കിട്ടിയിട്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, തൗഹീദ് എല്ലാം കിട്ടിയിട്ട് പിന്നീട് വലാലത്തിലായിട്ട് ഒരാൾ പോകുക എന്നുള്ളത് സമ്പന്നൻ ദരിദ്രനാവുന്നതിനേക്കാൾ മോശമുള്ള കാര്യമാണ്. സമ്പത്തുള്ളവൻ പിന്നെ ദരിദ്രനായ നമുക്ക് തോന്നും, ഒരു സഹതാപം തോന്നും. അതിനേക്കാൾ അപകടമാണ് ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ച് വലാലത്തിലാവുക എന്നുള്ളത്. നമ്മൾ ധാരാളം അള്ളാഹുവിനോട് തേടേണ്ട കാര്യമാണ് ഹിദായത്തിൽ സ്ഥിരപ്പെടുത്താൻ. എന്നിട്ട് പറഞ്ഞു നീ നിന്റെ കൂട്ടുകാരനോട് എന്തെങ്കിലും ഒരു കാര്യം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ, വാക്കോ മറ്റോ നൽകുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ വാക്ക് നീ പാലിക്കുന്നവനായിരിക്കണം. ആ വാക്ക് തെറ്റിക്കുന്ന ഒരാളായിട്ട് നീ മാറരുത്, അത് പാലിക്കുന്നവനായിരിക്കണം. അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെയും അവന്റെ ഇടയിൽ ശത്രുത ഉണ്ടാവും. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ആളുകളുമായിട്ട് വാക്ക് കൊടുത്തിട്ട് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? പരസ്പരം ശത്രുത ഉണ്ടാവുക. അത് സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു നീ ഒരു കൂട്ടുകാരനിൽ നിന്ന് രക്ഷ തേടണം. എങ്ങനെയുള്ളവനാണ് അവൻ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, നീ എന്തെങ്കിലും ആവശ്യം സഹായം ചോദിച്ചാൽ നിന്നെ ഒരു തരത്തിലും പരിഗണിക്കാതെ ആട്ടി അകറ്റുന്നവൻ, അങ്ങനെ ഒരു കൂട്ടുകാരിൽ നിന്ന് രക്ഷ തേടണം. അതുപോലെ തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ, നീ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് നീ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ അറിഞ്ഞിട്ടും ഓർമ്മപ്പെടുത്താത്ത ഒരു കൂട്ടുകാരനിൽ നിന്നും രക്ഷ തേടണമെന്ന് ഓർമ്മിപ്പിക്കേണ്ടായി. അപ്പോ ഈ ഹദീസിൽ നമ്മുടെ ഭാഗം കുല്ലിൽ യതീമി കൽ അബിർ റഹീം, കാരുണ്യം കാണിക്കുന്ന തരത്തിലുള്ള ഒരു മകനായ ഒരു ആളായിട്ടാണ് നീ യതീമിനോട് ആകേണ്ടത്. അടുത്തൊരു അസർ അൻ അസ്മാ ഇബ്നു ഉബൈദ് ഖാല ഖുൽതു ലിബ്നി സീരീൻ, താബിഈകളിൽപ്പെട്ട ഇബ്നു സീരീനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇൻദി യതീമുൻ, എന്റെ അടുക്കൽ ഒരു യതീമുണ്ട്. അല്ലെങ്കിൽ സഹോദരന്റെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കുടുംബത്തിൽ വരുന്ന ഒരു യതീമായിട്ടുള്ള ആളുണ്ട്. ഖാല, അപ്പൊ പറഞ്ഞു ഇസ്ന ബിഹി മാ തസ്ന ബിവലദിക്, അദ്ദേഹം പറഞ്ഞു നീ അവനോട് നിന്റെ മക്കളോട് നീ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. നിന്റെ മക്കളെ നീ എന്തിനാണോ അടിക്കാറ് അതിന് നീ അവരെയും അടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതായത് സ്വന്തം മക്കളെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദബിന് വേണ്ടിയിട്ട്, അദബ് പഠിപ്പിക്കാൻ വേണ്ടി, ഒരിക്കലും അവരോടുള്ള വേറെ എന്തെങ്കിലും വിദ്വേഷമോ പകയോ എന്ന നിലയ്ക്കല്ല, അദബ് പഠിക്കാൻ വേണ്ടി, അവർക്കൊരു നന്മയും ഉപകാരവും ആകാൻ വേണ്ടി കുട്ടികളെ അടിക്കാവുന്നതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അവർക്ക് അദബ് പഠിപ്പിക്കാൻ, അവർക്ക് നന്മ വരണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം, അല്ലാതെ അവരെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ എന്നുള്ള ഉദ്ദേശത്തിലല്ല. അപ്പൊ സ്വന്തം മക്കളെ അവർക്ക് നല്ല അദബുണ്ടാകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നേരെയാകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു അടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവിക്കാനല്ല കേട്ടോ, അദബ് പഠിപ്പിക്കുന്ന ആ രീതി. അപ്പൊ യതീമായിട്ടുള്ള മക്കളോടും നമ്മുടെ കീഴിലുള്ള യതീമായ മക്കളോടും അതുപോലെ തന്നെ പെരുമാറാവുന്നതാണ്, അവർക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. അപ്പൊ യതീമാവുന്നതുകൊണ്ട് ഒരു തരത്തിലും വേദനിപ്പിക്കരുത്, അങ്ങനെ ആക്കരുത്, അല്ലെങ്കിൽ ഒരു തരത്തിലും ചീത്ത പറയരുത്, അതല്ല ഉദ്ദേശം. നമ്മുടെ മക്കളോട് എങ്ങനെയാണോ അതുപോലെ തന്നെ യതീമായ മക്കളോടും ചെയ്യുക, നമ്മുടെ കീഴിലുള്ളവരോട് ചെയ്യുക എന്ന് കാണാം. അടുത്ത ബാബ്, ബാബ് അദബിൽ യതീം, യതീമിനെ അദബ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. عن شميسة العتقية قالت ذكر أدب اليتيم عند عائشة رضي الله عنها فقالت, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ യതീമിനെ അദബ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇന്നി ലഅദ്രിബുൽ യതീമ ഹത്താ യൻബസിത, ഞാൻ യതീമിനെ അടിക്കാറുണ്ട്. യതീമായിട്ടുള്ള കുട്ടികളെ എന്റെ കീഴിലുള്ള, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരന്റെ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും യതീമായിട്ടുള്ള മക്കളെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അടിക്കാറുണ്ട്. അവർ അനുസരിക്കുന്നത് വരെ, അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് നേരെയാകുന്നത് വരെ ഞാൻ അടിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ, അവരോട് വേറെ ഏതെങ്കിലും ഒരു ദേഷ്യത്തിലോ വിദ്വേഷത്തിലോ നമ്മുടെ ദേഷ്യം തീർക്കാനോ അല്ല ഒരു മാതാപിതാക്കളും രക്ഷിതാക്കളും മക്കളെ അടിക്കേണ്ടത്. അധ്യാപകരാണെങ്കിലും നമ്മൾ അടിക്കുമ്പോൾ നിയ്യത്ത് പ്രത്യേകം പരിശോധിക്കണം. നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി മക്കളെ അടിക്കാൻ പാടില്ല. നമ്മൾ അടിക്കുന്നത് അവർക്ക് അദബ് പഠിക്കണം, അവർ ആ കാര്യത്തിന്റെ ശരിയായ അവസ്ഥ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ഹുസ്നുൽ നിയ്യത്തിൽ, നല്ല നിയ്യത്തിൽ മാത്രമേ മക്കളെ അടിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ യതീമുകളെയും ആ രീതിയിൽ ചെയ്യാം, അത് തെറ്റല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കാണാം.
അടുത്ത ബാബ് ബാബു ഫദ്ലി മൻ മാത ലഹു അൽ വലദ്. മക്കൾ മരണപ്പെട്ട ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട ഫദ്ൽ, ഒരാളുടെ മക്കൾ മരണപ്പെട്ടാലുള്ള അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله عنه النبي صلى الله عليه وسلم പറഞ്ഞു لا يموت لأحد من المسلمين ثلاثة من الولد. ഒരാൾക്കുമില്ല മുസ്ലിമീങ്ങളിൽ അവന്റെ മൂന്ന് മക്കൾ മരണപ്പെടുകയാണ്, അവന്റെ മൂന്ന് മക്കൾ മരണപ്പെടുകയാണ്. ഫതമസ്സഹു النار إلا تحلة القسم. അവൻ നരകത്തെ പിന്നെ കാണുകയാണ്, നരകത്തിനോട് അടുക്കുകയാണ്. ഏത് ഒരു വാക്ക് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മാത്രമേ അവൻ നരകത്തെ അടുക്കുകയുള്ളൂ. മൂന്ന് മക്കൾ ഒരു മുസ്ലിമിന്റെ മരണപ്പെടുകയാണ്, അവൻ നരകത്തിലേക്ക് അടുക്കുന്നത് ഒരു വാക്കിന്റെ പേരിലുള്ള അടുക്കൽ മാത്രമേ അടുക്കുകയുള്ളൂ എന്ന് പറയാണ്. എന്താ കൊണ്ട് ഉദ്ദേശം? അതായത് ഒന്നാമത്തെ കാര്യം, മക്കൾ എന്നുള്ളത് നമുക്കറിയാം, ഏതൊരു മാതാവിന്റെയും പിതാവിന്റെയും ഫിത്രത്തിയായിട്ട് അവരുടെ ഉള്ളിൽ കാരുണ്യം അള്ളാഹു തആല ഇട്ടുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് മക്കളോടുള്ള സ്നേഹം. അത് എല്ലാ ജന്തു ജീവജാലങ്ങളിലും അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മക്കൾ ഒരു മരണപ്പെടുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന, വളരെ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ആ ഒരു മക്കൾ മരണപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ പിന്നെ നരകത്തിനെ കാണുക, നരകത്തിലേക്ക് അടുക്കുക എന്നുള്ള ഒരു വാക്കിന്റെ ഫലമായിട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് ആ വാക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ബഗവി റഹിമഹുല്ലാഹ് പറയാണ്, യുരീദു ഇല്ലാ ഖദ്റ മാ യുബിറുല്ലാഹു ഖസമഹു ഫീഹി. അല്ലാഹു ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമേ അവൻ നരകം കാണുള്ളൂ. വഹുവ ഖൗലു അസ്സ വജൽ, അത് അല്ലാഹു പറഞ്ഞ വാക്കാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്ത്. ഒരാളുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിന്റെ അടുക്കൽ വരാതെ. അതായത് നരകത്തിന്റെ മുകളിലുള്ള സിറാത്തിന്റെ മേലെ കടന്നു പോകാതെ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. എല്ലാവരും നരകത്തെ കാണും. എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന ആളുകൾ തന്നെ നരകത്തെ കാണും. എന്നിട്ട് ബഖവി റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇദാ മർറ ബിഹാ വജാവസഹാ ഫഖദ് അബറ ഖസബഹു. ആരാണോ അതിനെ കടന്ന് അതിനെ വിട്ടേണ്ട് പോയത്, അവൻ ആ വാക്ക് പൂർത്തീകരിച്ചു. കാരണം അല്ലാഹു തആല പറഞ്ഞ് നരകത്തിന്റെ അടുത്തെത്തുമെന്നുള്ള വാക്ക് മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ. ഒരു ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? മൂന്ന് മക്കൾ മരണപ്പെട്ടിട്ട് അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല. അല്ലാഹു തആല ആ നരകത്തിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. മറ്റൊരു ഹദീസ്, عن أبي هريرة رضي الله عنه أن امرأة أتت النبي صلى الله عليه وسلم بصبي. ഒരിക്കൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അവിടുത്തെ കുഞ്ഞുമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാലത് ഉദ്ഉല്ലാഹ്, റസൂലേ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. ഫഖദ് ദഫൻതു സലാസതൻ, ഞാൻ എൻ്റെ മൂന്ന് മക്കളെ മറമാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പെണ്ണ് ആ മൂന്ന് മക്കൾ മരണപ്പെട്ടെന്ന് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഇഹ്തദർതി ബിഹിദാരിൻ ശദീദിൻ മിനൻ നാർ, നീ നരകത്തിൽ നിന്ന് വളരെ കടുത്ത ബലവത്തായിട്ടുള്ള ഒരു മറ, ഒരു മതിലാണ് നീ പണിതിട്ടുള്ളത് എന്ന് ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മക്കളെ അവർ മറമാടിയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വന്ന് പറയുമ്പോൾ അത്രത്തോളം വേദനയുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ കുട്ടീനെ കൊണ്ട് പറയുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നരകത്തിൽ നിന്ന് വലിയ ബലവത്തായിട്ടുള്ള ഒരു മറ, ഒരു മതിൽ ആണ് നീ ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയാൻ. കാരണം അതിൽ ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത